ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ആചാരപരമായി നടത്തി. ഇക്കൊല്ലം 2 ജലമേളകളാണ് ആറന്മുളയിൽ നടത്തുന്നത്. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതിയും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും ഇന്നായതിനാലാണ് ആചാരത്തിന്റെ ഭാഗമായി ജലഘോഷയാത്ര സംഘടിപ്പിച്ചത്. പമ്പയുടെ ഓളങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ മുഴക്കി ആറന്മുള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തിലാണ് ആചാരങ്ങൾ പാലിച്ച് ഉത്രട്ടാതി ജലമേള നടന്നത്. ഇക്കുറി കന്നിമാസത്തിലെ ഉത്രട്ടാതി നാളായ സെപ്റ്റംബർ 18-ന് ആറന്മുള വള്ളംകളി നടക്കുന്നതിനാലാണ് ആചാരം നിലനിർത്താൻ പാർത്ഥസാരഥിക്ക് മുന്നിൽ 26 പള്ളിയോടങ്ങൾ ജലമേള നടത്തിയത്. 52 പള്ളിയോടങ്ങളാണ് ആകെയുള്ളത്. രാവിലെ ആറന്മുള സത്രക്കടവിൽ നിന്നാരംഭിച്ച ഘോഷയാത്രയിൽ 2 പള്ളിയോടങ്ങൾ വീതം പരപ്പുഴക്കടവിലെത്തി ഇവിടെ നിന്നും തിരികെ മധുക്കടവിലെത്തി പൊതിയും പഴവും ക്ഷേത്രപ്രസാദവും പുകയിലയും ദക്ഷിണയായി സ്വീകരിച്ചു. 2014-ലും ഇത്തരത്തിൽ ആചാരവള്ളം കളി നടന്നിരുന്നു. കാട്ടൂരിൽ നിന്നും ഓണവിഭവങ്ങളുമായി ആറന്മുള ക്ഷേത്രത്തിലേക്ക് പോകുന്ന തിരുവോണത്തോണിയെ ഒരിക്കൽ ചിലർ ആക്രമിച്ചതിനെ തുടർന്ന് തോണി സംരക്ഷണത്തിനായി സമീപക്കരക്കാർ വലിയ പള്ളിയോടങ്ങൾ നിർമ്മിച്ച് തോണിക്ക് അകമ്പടി പോയി. ഈ പള്ളിയോടങ്ങളുടെ എഴുന്നള്ളത്താണ് പിന്നീട് ആറന്മുള വള്ളംകളിയായി മാറിയതെന്നാണ് ഐതിഹ്യം. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.